ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 28-ാം ദിവസം. അസൂയ പരിശുദ്ധാരൂപിയുടെ മറുത്തുള്ള ഒരു പാപമാകുന്നു എന്നതിനെ ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: ദൈവം തൻ്റെ അനുഗ്രഹങ്ങളെ കൊടുക്കുന്നതിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനാകുന്നു. അസൂയുള്ളവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അന്യന് ആത്മനഷ്ടം വരുത്തുന്നതിനായി നീ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉടയകാരനായ പരിശുദ്ധാരൂപിയെ, മനുഷ്യർക്ക് നന്മകളെ കൊടുക്കുന്നതിൽ നീ സർവ്വസ്വാതന്ത്ര്യമുള്ളവനാകുന്നുവല്ലോ. ഒരുത്തൻ്റെ ആത്മരക്ഷയ്ക്കും നിന്റെ സ്തുതിക്കും പറ്റിയ വിധത്തിൽ അവയെ ദാനം ചെയ്യുന്ന നിന്റെ എത്രയും വലിയ നീതിയെയും സ്നേഹത്തെയും ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് നീ നൽകിയിരിക്കുന്ന എണ്ണമില്ലാത്ത ഉപകാരങ്ങളെക്കുറിച്ച് നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മരക്ഷയ്ക്കും നിന്റെ സ്തുതിക്കും ശേഷം പേരുടെ ഉപകാരത്തിനും യോജിച്ച വിധത്തിൽ അവയെ എനിക്ക് തരണമേ. അല്ലാത്തപ്പോൾ എന്നിൽ നിന്നും ലോക നന്മകളെ നീ എടുത്തു കളയണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തിനായി ജനിച്ചവനല്ല, നിനക്കായിട്ടത്രേ. ലോകം എൻ്റെ ഉപകാരത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പരിശുദ്ധ സ്നേഹം മാത്രം എനിക്ക് തരിക. ലോക നന്മകൾ അതിനെ അനുഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുക. നല്ല ദൈവമേ, ശേഷം പേരുടെ നന്മയിൽ സന്തോഷിക്കുന്നതിനും അവരുടെ തിന്മയിൽ സഹതപിക്കുന്നതിനുമായ ഒരു വെടുപ്പുള്ള ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. മറ്റുള്ളവർക്ക് യാതൊരു അറിഞ്ഞും അറിയാതെയും ഞാൻ നിമിത്തം നേരിടാതിരിപ്പിക്കുവാൻ എന്നെ കാത്തുകൊള്ളണമേ. ആത്മാക്കളുടെ പുണ്യവർദ്ധവിന് അത്യാശയോടുകൂടി അന്വേഷിക്കുന്നവനായ പരിശുദ്ധ റൂഹായെ, ഞാൻ എന്നെ തന്നെ പുണ്യങ്ങളാൽ അലങ്കരിക്കുവാനും ഞങ്ങളെല്ലാവരും പരസ്പര സ്നേഹത്തിലും സന്മാർഗത്തിലും ജീവിച്ചുകൊണ്ട് നിന്റെ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരാകുവാൻ സർവ്വ നന്മകളുടെ ഉറവയായ പരിശുദ്ധാരൂപി ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: എന്റെ പിടുത്തത്തിന് ചേരാത്തതായി ഞാൻ യാതൊന്നും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യില്ല. ഭാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.